നമുക്ക് ആലപ്പുഴയിലേക്ക് പോയാൽ അവിടെ ഗൺമാന്മാരുടെ മർദ്ദന കേസിൽ തുടരന്വേഷണത്തിൽ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പ്രതികളായ ഗൺമാന്മാരുടെ 3-ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തുകയോ പ്രതികളുമായി തെളിവെടുക്കുകയോ ചെയ്തിട്ടില്ല. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് SIT പറഞ്ഞതായി ഗൺമാൻ അനിൽകുമാർ പറഞ്ഞു. അന്വേഷണത്തോട് 100% അന്വേഷണത്തിൽ പൂർണ്ണമായും നമ്മൾ സഹകരിക്കാനുണ്ടായത്. സാർ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി അനുവദിച്ച സമയം പൂർത്തിയായപ്പോൾ തന്നെ വിട്ടിട്ടുണ്ട്. മനീഷ് മഹിപാലാണ് ചേരുന്നത്. മനീഷ്, ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണോ തീരുമാനം? വിശദാംശങ്ങൾ എന്താണ്? വിനീത, 3 ദിവസം നീണ്ട ഈ 5 പേരുടെയും പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. കോടതിയുടെ വ്യവസ്ഥ നിർദ്ദേശപ്രകാരമാണ് 3 ദിവസവും ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ 5 പേരും ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. ഈ സമയത്ത് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുവെങ്കിലും പുറത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് നടത്തിയില്ല. അതിന് പ്രധാനമായും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് പുറത്തിറക്കിയുള്ള തെളിവെടുപ്പ് കാര്യങ്ങൾ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും കാണിച്ചു. അതുകൊണ്ട് തന്നെ അത് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ടാണ് അത്തരമുള്ള തെളിവെടുപ്പ് ഒഴിവാക്കിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലോട് പൂർണ്ണമായി സഹകരിച്ചു എന്നാണ് പ്രതികൾ പറയുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ലാത്തിയെ സംബന്ധിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതായത് ലാത്തി എവിടെ നിന്ന് കിട്ടി എന്നത് സംബന്ധിച്ച് 5 പേരും ഒരേ രീതിയിൽ മറുപടി പറയുന്നില്ല. അതായത് എവിടെ നിന്നും ലാത്തി കിട്ടി എന്നതിൽ മറുപടി പറയുന്നില്ല. ഒപ്പം തന്നെ ഈ ലാത്തി സറണ്ടർ ചെയ്തതെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇതിനു മുൻപ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്തതെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു രേഖയും മുൻപ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നിലവിൽ SIT കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാത്തിയുടെ വിഷയത്തിൽ ഗൺമാന്മാർ അതിബുദ്ധി കാണിക്കുന്നുണ്ട്. ഇപ്പോഴിതാ നോട്ടീസ് നൽകി വിട്ടയച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടം എന്ന രീതിയിൽ കോടതിയിൽ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് അതായത് തുടർച്ചയായി കസ്റ്റഡിയിൽ വേണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം വന്ന് ചോദ്യം ചെയ്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ദിവസം ആവശ്യപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പിനൊപ്പം തന്നെ കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് SIT ഉടൻ തന്നെ കോടതിയെ സമീപിക്കാനാണ് നീക്കം. നടക്കിൽ 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി 5 പേരും ഇന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിൽ നിന്ന് പൂർണ്ണമായും അന്വേഷണത്തെ സഹകരിച്ചു എന്ന് പ്രതികരിച്ചുകൊണ്ടാണ് പോയത്. ശരി, വ്യക്തമാണ്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ